എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? നടു റോഡിൽ തർക്കം. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് പൊക്കി. അതെ, ഈ വാർത്തയുടെ ഇപ്പൊ നാട്ടില് സംസാര വിഷയട്ടാ. സിനിമാ സ്റ്റൈലിൽ അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണയുടെ കാറിന് മുമ്പിൽ മാധവ് സുരേഷ്. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോഴും മുമ്പിൽ നിന്ന് മാറാതെ മാധവ് സുരേഷ് തർക്കിച്ചു. വാഹനത്തിൽ ചാടിയടിച്ചും മാധവിന്റെ രോഷപ്രകടനം. ഇയാള് സിനിമയില് മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും മെക്കെട്ട് കയറുമ്പോൾ നമ്മൾ കൈയടിക്കും. അതുപോലെയാണ് ഇത് ശുദ്ധ അഹങ്കാരം. അല്ലാതെന്താ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ഇത് തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? പിന്നാലെ മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്താ കേട്ടാ? വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. മാധവ് സുരേഷിന്റെ പ്രകടനം നമുക്കറിയാമല്ലോ. കുറച്ച് എക്സെൻട്രിക് ആയിട്ടും കുറച്ച് ഒരു കയർത്തും സംസാരിക്കും. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് സംശയമായി, മാധവ് സുരേഷ് മദ്യപിച്ചിട്ടാണോ അലക്ഷ്യമായിട്ടാണോ വണ്ടി ഓടിച്ചതെന്ന്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെയും കൊണ്ടേ പോകും. ബ്രീത്ത് അനലൈസർ കൊണ്ട് പോലീസ് പരിശോധന. മദ്യപിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണ പോലീസിനെ അറിയിച്ചു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിയമ നടപടിക്കില്ലെന്ന് മാധവും പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പോലീസ് ഇരുവരെയും പറഞ്ഞുവിട്ടു. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ വിടും?